പിന്നെ നമുക്കൊരു മുള്ളൻ മുളക് വെക്കാം. നാടൻ കറി കേട്ടോ. നാടൻ കറി മുള്ളൻ വലിയ മുള്ളനാണ്. നമുക്കത് മുളക് വെക്കാം. ഓക്കെ. അപ്പം അതിന് വേണ്ടി എൻ്റെ പച്ചമുളക്, സവാള, തക്കാളി, പിന്നെ 2-3 കഷ്ണം പുളി. ഇത്തിരി എടുത്താൽ മതി. പുളി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറി വെക്കാം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ചെയ്യണം, കമൻ്റ് അടിക്കണം, ലൈക്ക് അടിക്കണം, കമൻ്റ് ഇടണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. ഇതോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു മുളിയാറാണ് വെക്കണത്. അപ്പോൾ ഇതിൽ നമുക്ക് ഉലുവേൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില, കുറച്ച് ഉള്ളി, ഒരു പച്ചമുളക് ഇട്ടാൽ ഉള്ളിയല്ല സവാള തന്നെയാക്കുന്നത്. കുറച്ച് ഉപ്പിടാം, കുറച്ച് വഴങ്ങാൻ കുറച്ച് ഇഷ്ടം. പകുതി വേവിട്ടാൽ അതിന് മതി സവാള. അതിൽ മൂത്ത് വരണ്ട. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഒരു അര ടീസ്പൂൺ വേണ്ട. നമുക്ക് 2 കൈ മുളക്, എരിവുള്ള മുളകാണ്, കുറച്ച് ഇടണം. ഇതിലേക്ക് നമുക്ക് ഈ തക്കാളിയാണ് ഇടുന്നത്. ഇതിലേക്ക് നമ്മൾ പുളി അതിലേക്ക് ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. ഇതൊന്ന് ഇതിലേക്ക് കിടന്ന് ഒരു മിനിറ്റ് ഇത് വേവാണ്ട്. ഒരു മിനിറ്റ് ആയിട്ടാ. 1 മിനിറ്റ് ആയിക്കുമ്പോൾ നമുക്ക് എടുത്തിട്ട് തക്കാളി ഇങ്ങനെ ഉടച്ച് കൊടുക്കണം. നാടൻ കറിയാണ് കേട്ടോ. ഇത്തിരി ഇട്ടിട്ടുള്ളപ്പോൾ ഒരു പൊടിയും കൂടി ഇടാം കേട്ടോ. റോസ്റ്റല്ല, ഇത് മുളകാറാണ്. അതിങ്ങനെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കും. ഇത് 1 മിനിറ്റ് കിടന്ന് ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം ഇത് മതി. ഇനിയിപ്പോൾ മീനിടുമ്പോൾ വെള്ളം ഇറങ്ങി, അതാണ് വെള്ളം കുറച്ച് ഒഴിക്കണം. തിളക്കട്ടെ 1 മിനിറ്റ്. നമുക്കൊരു മിനിറ്റായിട്ടാ ചാറ് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാര്യം കൂടി ചെയ്തിട്ട് വേണം മീൻ ഇടാൻ കേട്ടോ. അങ്ങനെ ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചാൽ മീൻ പൊട്ടൂല. വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് ഒഴിക്കണം. മുള്ളനല്ലേ പെട്ടെന്ന് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിലേക്ക് മീനിടാം. ഇതിലോട്ടേക്ക് മീനിട്ടണേ. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കാനൊന്നും പറ്റില്ല. മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും ഇതിലേക്ക്. നമുക്ക് ചാറിനുള്ള വഴിയായി. അല്ലെങ്കിൽ മീനും വെള്ളവും കൂടെ ആകുമ്പോഴേ ഒരുപാട് ഇതായിപ്പോവും.
തന്നെ നമുക്ക് ഇച്ചിരി ചാറ് കോരി നമുക്ക് എൻ്റെ ഇത്തിരി അത് ഒഴിക്കാം. പൊട്ടിപ്പോവും. അത് ഒരു മിനിറ്റും കൂടി ഇരുന്നാൽ മതി. അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു 5 മിനിറ്റ് മതിയാവും മസാല വെക്കുന്നത് എല്ലാം കൂടി. ഇതിപ്പോൾ 1 മിനിറ്റ് മാത്രമേ ഒന്ന് ചെറിയ കൈമിലിട്ടിട്ട് തീ ഇട്ടാൽ മതി. 1 മിനിറ്റ് മാത്രം ഇട്ടാൽ മതി. തിളക്കുമ്പോൾ ഓഫ് ചെയ്യണം. ചട്ടിയാണ്, അപ്പോൾ ചട്ടി നല്ല ചൂടാണല്ലോ, അപ്പോൾ ആ ചൂടായി പിടിക്കും. പിടിക്കട്ടെ. എല്ലാവരും എന്നെ കരുണ കാണിക്കണേ. അപ്പോൾ 1 മിനിറ്റായിട്ടാ തിളച്ച് ചാറ് എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. ചട്ടി കിടന്നിട്ട് ഇത് നമ്മൾ ഒഴിച്ച എണ്ണ ആദ്യം ഒഴിച്ചതും രണ്ടാമത് ഒഴിച്ചത്. അപ്പോൾ രണ്ടാമത് ഒഴിച്ചില്ലെങ്കിൽ ഈ എണ്ണ വരാൻ കുറേ താമസിക്കും, പൊടിഞ്ഞു പോകും. ചാറ്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.